ഇന്ത്യ എങ്ങനെയാണ് ഒരേ സമയം അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും കണ്ണ് വെട്ടിച്ച് ഒരു ആണവ രാഷ്ട്രമായി മാറിയത്? നീണ്ട 51 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ ഒരു ആണവ രാഷ്ട്രമായി മാറുന്നത്. ഒരു സമയത്ത് ആണവോർജം സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും വേറൊരവസരത്തിൽ ലോകത്തിലെ ആണവ ശക്തികൾ തങ്ങളുടെ കൈവശമുള്ള ആണവ ആയുധങ്ങൾ നശിപ്പിച്ച് കളയണമെന്ന് ഉറക്കെ പറഞ്ഞ ഇന്ത്യ ഏത് സാഹചര്യത്തിലാണ് ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനും അതിൻ്റെ പരീക്ഷണം നടത്താനും ഇടയായത്? ഇന്ത്യ ഒരു ആണവ ശക്തിയായിട്ട് മാറുന്നതിൽ ലാൽ ബഹദൂർ ശാസ്ത്രി, ഡോക്ടർ ഹോമി ജെ ബാബ, ഇന്ദിരാഗാന്ധി, അടൽ ബിഹാരി വാജ്പേയി, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരുടെ പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ന് ആ ചരിത്രം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1945 അമേരിക്ക ജപ്പാൻ്റെ ഹിറോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചപ്പോഴാണ് ലോകരാജ്യങ്ങൾ ആണവ ആയുധത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അന്നു മുതൽ എല്ലാ രാജ്യങ്ങളും ഒരു ന്യൂക്ലിയർ റൈസിൽ പങ്കെടുക്കുകയായിരുന്നു. അങ്ങനെ 1945 അമേരിക്കയും 1949 റഷ്യയും 1952 UK-യും 1960 റഷ്യയും 1964 ചൈനയും ആണവ ശക്തിയായിട്ട് മാറി. ഇന്ത്യ ഒരു ആണവ ശക്തിയായിട്ട് മാറണം എന്ന ആവശ്യം ആദ്യമേ മുന്നിൽ കണ്ട ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ഹോമി ജെ ബാബ. ഇന്ത്യ എന്തുകൊണ്ട് ഒരു ആണവ ശക്തിയായിട്ട് മാറണം, അതിൻ്റെ പ്രയോജനം എന്താണ് എന്നുള്ളതൊക്കെ അന്നത്തെ പ്രധാനമന്ത്രിയും ഡോക്ടർ ഹോമി ജെ ബാബയുടെ സുഹൃത്തുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പറഞ്ഞു ബോധിപ്പിക്കുകയായിരുന്നു. എന്നാൽ നെഹ്റുവിൻ്റെ നിലപാട് വേറെയായിരുന്നു. ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ആണവ ഊർജം സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ 1954 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി എന്ന പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുകയും അതിൻ്റെ തലപ്പത്ത് ഡോക്ടർ ഹോമി ജെ ബാബയെ അപ്പോയിൻമെൻറ്റും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ധാരാളം റിസർച്ച് വർക്കുകൾ നടക്കേണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1956 UK-യുടെ സഹായത്തോടു കൂടെ ആദ്യത്തെ റിസർച്ച് ന്യൂക്ലിയർ റിയാക്ടറായ അപ്സര ട്രോംബയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1963 വേറൊരു റിസർച്ച് ന്യൂക്ലിയർ റിയാക്ടറായ സുറസിനെയും ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ റിസർച്ച് ന്യൂക്ലിയർ റിയാക്ടറിലെല്ലാം സിവിലിയൻസിന് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ന്യൂക്ലിയർ എനർജി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന റിസർച്ചുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്. അന്ന് ഇന്ത്യക്ക് ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കെ 2 വർഷം കഴിഞ്ഞപ്പോൾ 1964 ചൈന ഒരു ആണവ ശക്തിയായിട്ട് മാറുകയും ഉണ്ടായി. ഇന്ത്യയുടെ അയൽപ്പക്കത്ത് കിടക്കുന്ന ഒരു രാജ്യം, അത് ഇന്ത്യയെ ഒരു പ്രാവശ്യം ആക്രമിച്ചിട്ടുള്ളൊരു രാജ്യം, ആ ഒരു രാജ്യം ആണവ ശക്തിയായിട്ട് മാറുന്നത് ഇന്ത്യക്ക് അത്ര രസിച്ചില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണ്. അന്നത്തെ യുദ്ധത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ചൈന മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ആറ്റം ബോംബ് കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട, ഞങ്ങൾ മുട്ടുകുത്തുകയില്ല, ഞങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കും. സത്യത്തിൽ അന്ന് മുതലാണ് ഇന്ത്യ ഒരു ആണവ ശക്തിയായിട്ട് മാറേണ്ട ആവശ്യകത മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള ചുവടുകൾ വെച്ച് തുടങ്ങിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പിനെ ലാൽ ബഹദൂർ ശാസ്ത്രി നിയമിക്കുകയായിരുന്നു. ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് ഗ്രൂപ്പ് എന്നാണ് ആ ഗ്രൂപ്പിന് അന്ന് പറഞ്ഞിരുന്നത്. ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. സമാധാനപരമായിട്ടുള്ള ഒരു എക്സ്പ്ലോസീവ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ആദ്യം ആ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഡോക്ടർ ഹോമി ജെ ബാബ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, നമുക്ക് നല്ലൊരു ഗ്രീൻ സിഗ്നൽ കിട്ടുകയാണെങ്കിൽ 18 മാസത്തിനകത്ത് തന്നെ നമ്മൾ ഒരു ആണവ രാഷ്ട്രമായിട്ട് മാറും എന്നുള്ളത്. എന്നാൽ വിധി നമുക്ക് എതിരായിരുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 3 മാസത്തിൻ്റെ അകത്ത് തന്നെ ഒരു വിമാന അപകടത്തിൽ ഡോക്ടർ ഹോമി ജെ ബാബ കൊല്ലപ്പെടുകയായിരുന്നു. ഏകദേശം അതേ കാലയളവിൽ തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരു അവസ്ഥയുമുണ്ടായി. അങ്ങനെ ഈ പ്രോജക്റ്റ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു 1968 ജൂൺ 1 ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു ഉടമ്പടി വരുന്നത്. നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്നായിരുന്നു ആ ഉടമ്പടിയുടെ പേര്. സത്യത്തിൽ ജിയോ പൊളിറ്റിക്സ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ തുല്യതയ്ക്കോ ന്യായത്തിനോ ഒന്നും ഒരു പ്രാധാന്യമില്ല എന്ന് കാണിക്കുന്ന ഒരു ഉടമ്പടിയായിരുന്നു നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി. ആ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നു:
1967 മുമ്പ് ഏതൊക്കെ രാജ്യങ്ങളാണോ ആണവ ശക്തിയായിട്ട് മാറിയിട്ടുള്ളത് ആ രാജ്യങ്ങൾക്കെല്ലാം തൽസ്ഥിതി അതേപോലെ തന്നെ തുടരാം. എന്നാൽ 1967 ശേഷം ഒരു രാജ്യങ്ങളും ആണവ ശക്തിയായിട്ട് മാറാൻ പാടുള്ളതല്ല. ഇതായിരുന്നു NPT അല്ലെങ്കിൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഈ സമയത്ത് ഇന്ത്യ എടുത്ത നിലപാട് ഇങ്ങനെയായിരുന്നു: ആരൊക്കെയാണോ നേരത്തെ ആണവ രാഷ്ട്രങ്ങളായിട്ടുള്ളത് ആ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ കൈവശമുള്ള ആണവ ആയുധങ്ങൾ നശിപ്പിച്ചതിന് ശേഷം ഈ ഉടമ്പടിയിൽ സൈൻ ചെയ്യുമെങ്കിൽ ഞങ്ങളും സൈൻ ചെയ്യാം. അങ്ങനെ NPT അല്ലെങ്കിൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ 191 രാജ്യങ്ങൾ സൈൻ ചെയ്തപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ സൈൻ ചെയ്യാതിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിൽക്കാലത്ത് നോർത്ത് കൊറിയ NPTയിൽ നിന്നും പുറത്തു വരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത്. അന്ന് പാകിസ്ഥാനെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി അമേരിക്ക തങ്ങളുടെ 7ാം കപ്പൽപ്പടയെ ഇന്ത്യൻ ഓഷനിലോട്ട് അയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ 7ാം കപ്പൽപ്പടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആണവ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പൽപ്പടയായിരുന്നു 7ാം കപ്പൽപ്പട. അന്ന് ഇന്ത്യയെ സഹായിക്കാൻ എത്തിയത് പഴയ സോവിയറ്റ് യൂണിയനായിരുന്നു. അവരുടെ ആണവ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പൽപ്പടയെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് അയക്കുകയായിരുന്നു. അങ്ങനെ അമേരിക്കയും ബ്രിട്ടനും അവിടെ നിന്ന് പിൻവാങ്ങിപ്പോവുകയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ വിജയം കൈവരിക്കുകയും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യമാകുന്ന ചരിത്രമെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ 1972 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പിൽക്കാലത്ത് ന്യൂക്ലിയർ വെപ്പനായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാനും ഒരു സമാധാനപരമായിട്ടുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് ടെസ്റ്റ് നടത്താനുള്ള അനുമതി കൊടുക്കുകയായിരുന്നു. ഈ ഒരു ഓപ്പറേഷൻ ഇട്ടിരുന്ന പേരായിരുന്നു ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. സത്യത്തിൽ ഈ പ്രോജക്റ്റ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കും ഇതുമായിട്ട് വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സിന് മാത്രമേ അറിയായിരുന്നുള്ളൂ. അത്രയ്ക്കും സീക്രട്ടായിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. അതിന് തിരഞ്ഞെടുത്ത സ്ഥലമാകട്ടെ പൊക്രാൻ എന്ന തീരെ ആൾതാമസമില്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ പരീക്ഷണം നടത്താൻ വേണ്ടിയുള്ള പല കമ്പോണൻസും ഇന്ത്യയുടെ പല ഭാഗത്തുണ്ടാക്കുകയും അതിന് അവസാനം ട്രോംബയിൽ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുകയും എന്നിട്ട് നേരെ പൊക്രാനിലും കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ 1974 മെയ് 11 പ്ലൂട്ടോണിയം കോറിൻ്റെ ഇംപ്ലോസീവ് ടെസ്റ്റ് വിജയകരമായി തന്നെ പരീക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഈ പരീക്ഷണം നടത്തി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഹയർ ഒഫീഷ്യൽ ഇന്ദിരാഗാന്ധിയെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒടുവിൽ ബുദ്ധൻ ചിരിച്ചു എന്ന് പറഞ്ഞാൽ പരീക്ഷണം വിജയകരമായിരുന്നു എന്നുള്ളതായിരുന്നു. ഈ വാർത്ത ലോകരാജ്യങ്ങൾ വളരെ ഞെട്ടലോടെയാണ് സ്വീകരിച്ചത്. ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള സമാധാനം തകർക്കുന്നു എന്ന് പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ധാരാളം ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അന്ന് ഇന്ത്യ അവർക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇന്ത്യ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ തൊട്ട് അരികിൽ വന്ന് നിൽക്കുകയാണ്, എന്നാൽ നമ്മൾ ഇപ്പോൾ അത് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു ഇംപ്ലോസീവ് ടെസ്റ്റ് മാത്രമാണ് എന്നുള്ള മറുപടിയാണ് അന്ന് ഇന്ദിരാഗാന്ധി കൊടുക്കുന്നത്. എന്നാൽ 1980 കാലഘട്ടത്ത് പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നെന്നുള്ള ഇൻ്റലിജൻസ് വിവരം ഇന്ത്യക്ക് ലഭിക്കുകയാണ്. 1980 അവസാന ഘട്ടങ്ങളായപ്പോൾ നമ്മെ നേരത്തെ സഹായിച്ച സോവിയറ്റ് യൂണിയൻ തകർന്ന് അടിയുകയാണ്. അന്ന് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് എല്ലാം മനസ്സിലായി നമ്മൾ എത്രയും പെട്ടെന്ന് ആണവ ശക്തിയായിട്ട് മാറേണ്ട ആവശ്യകതയുണ്ടെന്നുള്ളത്. അങ്ങനെ 1995 ആയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ പരീക്ഷണം നടത്താനുമുള്ള അനുമതി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് ആ ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയുടെ ചാരക്കണ്ണുകൾ അത് കണ്ടുപിടിക്കുകയും ഉടനെ തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റൺ PV നരസിംഹറാവുവിനെ ഫോണിൽ ബന്ധപ്പെടുകയും ആ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള ഒരു താക്കീതും കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യ ആ പ്രോജക്റ്റിൽ നിന്നും പിൻവാങ്ങുന്ന ഒരു അവസ്ഥയുമുണ്ടായി. 1996 ആയപ്പോൾ ലോകത്തിന് മുമ്പിൽ അടുത്ത ഒരു ഉടമ്പടി വയ്ക്കുകയായിരുന്നു. CTBT എന്ന ഉടമ്പടി, കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നാണ് ആ ഉടമ്പടിക്ക് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഉടമ്പടിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി ഒരു രാജ്യവും ന്യൂക്ലിയർ സംബന്ധമായ ഒരു പരീക്ഷണവും നടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു CTBTയിൽ പറഞ്ഞിരുന്നത്. ഇന്ത്യയെ അതിൽ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ധാരാളം രാജ്യങ്ങൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 1998 ആയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി നേരത്തെ നമ്മൾ നിർത്തിവെച്ചിരുന്ന ആ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ടെസ്റ്റ് നടത്താനുമുള്ള അനുമതി കൊടുക്കുകയായിരുന്നു. അതിലേക്ക് വേണ്ടി 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അന്നത്തെ DRDOയുടെ തലവനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, അന്നത്തെ ബാബ അറ്റോമിക് സെൻറ്ററിൻ്റെ തലവനായിരുന്ന അനിൽ കാട്കോട്കർ, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ തലവനായിരുന്ന R ചിദംബരം. ഇവർ 3 പേരും അടങ്ങുന്നതായിരുന്നു
ആ ഗ്രൂപ്പ്. ഇവരുടെ 3 പേരുടെയും ദൗത്യം എന്ന് പറയുന്നത് രണ്ടെണ്ണമായിരുന്നു. ഒന്ന്, ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യുക, അത് വിജയകരമായി പരീക്ഷിക്കുക. 2, ഈ പ്രോജക്റ്റിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക. അതിലേക്ക് വേണ്ടി ഇവർക്ക് ആർമിയുടെ സഹായം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവരെ സഹായിക്കാൻ വേണ്ടി മുൻപന്തിയിൽ വന്നത് 58th എഞ്ചിനീയറിംഗ് റെജിമെൻ്റ് എന്നറിയപ്പെടുന്ന ആർമി സംഘങ്ങളായിരുന്നു. ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന സ്ഥലം പൊക്രാനിൽ തന്നെയായിരുന്നു. ഈ ഓപ്പറേഷൻ അവരിട്ടിരുന്ന പേര് ഓപ്പറേഷൻ ശക്തി എന്നുള്ളതാണ്. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ ഒരു പ്രോജക്റ്റിൻ്റെ സമയത്ത് സ്വീകരിച്ച പേരായിരുന്നു മേജർ ജനറൽ പൃഥ്വിരാജ്. ആർ ചിദംബരം സ്വീകരിച്ച പേരായിരുന്നു മേജർ ജനറൽ നടരാജ്. ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ എഞ്ചിനീയേഴ്സാണോ പൊക്രാനിലുള്ള ആ ടെസ്റ്റ് റേഞ്ചിൽ പോകുന്നത്, ആ സമയങ്ങളിലെല്ലാം ഇവർ ധരിച്ചിരുന്നത് ആർമിയുടെ വേഷങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോൺ സംഭാഷണങ്ങളിലെല്ലാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന മേജർ ജനറൽ പൃഥ്വിരാജും മേജർ ജനറൽ നടരാജും എന്നുള്ള പേരുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വലിയ സീക്രസിയിൽ അമേരിക്കയുടെ ചാരക്കണ്ണുകൾ വെട്ടിച്ച് 1998 മെയ് മാസം 11-ാം തീയതി പൊക്രാനിലെ ടെസ്റ്റ് റേഞ്ചിൽ 3 ഡിറ്റോനേഷൻ ടെസ്റ്റ് വളരെ വിജയകരമായിട്ട് ഇന്ത്യ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇന്ത്യ അങ്ങനെ ആണവ ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. സത്യത്തിൽ ഈ വാർത്തയും ലോകരാജ്യങ്ങൾ വളരെ ഞെട്ടലോടെയാണ് സ്വീകരിച്ചത്. ഇന്ത്യക്കെതിരെ ധാരാളം ഉപരോധങ്ങൾ അവർ ഏർപ്പെടുത്തി. ഇതിന് മറുപടിയായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി തങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് മുന്നോട്ട് പറയുകയാണ്. ഞങ്ങൾ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺ ആദ്യം ഉപയോഗിക്കത്തില്ല. ഞങ്ങളുടെ നേരെ ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ട് ഞങ്ങൾ ഈ ന്യൂക്ലിയർ വെപ്പൺ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ്. ഇതാണ് ഇന്ത്യ ആണവ ശക്തിയായ ആ ചരിത്രം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.